ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അപ്പോൾ നമ്മുടെ കേട്ടറ്റ് 3 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ആൻസർ കിട്ടാൻ പാകത്തിലേക്കുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു കേട്ടറ്റ് 3ക്ക് സൈക്കോളജി ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ളത്. പക്ഷെ കുറച്ച് ചോദ്യങ്ങൾ നമ്മളെ കുറച്ച് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ കേട്ടറ്റ് 3 എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ലെവൽ കൂടിയ എക്സാം ആണ്. അപ്പൊ K1 K2 പോലെ അത്ര സിമ്പിൾ ആയിരുന്നില്ല സൈക്കോളജി. അതൊരു സത്യമാണ്. കുറച്ച് പക്ഷെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിന്റെ ഒരു ലെവൽ മാറ്റിയിട്ടുണ്ടെന്ന് മാത്രം. അപ്പൊ നമുക്ക് അധികം സമയം കളയണ്ട. നമുക്ക് എന്ത് ചെയ്യാം, കേട്ടറ്റ് 3 ഇന്നത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ള സൈക്കോളജി ക്വസ്റ്റ്യൻസിന്റെ ഉത്തരങ്ങൾ ഏതൊക്കെയായിരിക്കും വരാൻ സാധ്യത എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഇവിടെ ചില ചോദ്യങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. എക്സാക്ട് ആയിട്ടുള്ള ആൻസർ ഇത് തന്നെയാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ പരീക്ഷാ ഭവന്റെ ആൻസർക്ക് വരുമ്പോൾ ഉണ്ടായിരിക്കും. അപ്പൊ അതൊന്നും മനസ്സിൽ വെക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിന് ഏതാണ് മാച്ച് ആകുന്നത് അതാണ് കൊടുത്തിട്ടുള്ളത്. സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ചൈൽഡ്, കൾച്ചറലി ഡിപ്രൈവ്ഡ് ചൈൽഡ്, ഡെലിക്വന്റ് ചൈൽഡ്, അണ്ടർ അച്ചീവർ. ഇങ്ങനെ 4 തരത്തിലുള്ള കുട്ടികളെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് മാച്ച് ആവുന്നത് ഏതാണ് എന്ന് തെരഞ്ഞെടുക്കാം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ബി എന്താണ് പറയുന്നത്, സോഷ്യലി ഡിസഡ്വാൻറ്റേജ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത് ബി കോളമിലെ ചിൽഡ്രൻ ഹു കം ഫ്രം ലോ ഇൻകം ഫാമിലീസ് ഓർ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്. ബി അതായത് കൾച്ചറലി ഡിപ്രൈവ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത് 4ാമത്തെ ഇതായിട്ടാണ് വരുന്നത്, പുവർ ലാംഗ്വേജ് ഡെവലപ്മെന്റ്. സി ഡെലിക്വന്റ് ചൈൽഡ് ആണ്. ഡെലിക്വന്റ് ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ദ ഏജ് ഓഫ് 18 ഹു വയലേറ്റ്സ് ദ ലോ. ഡി അണ്ടർ അച്ചീവർ ആണ്. അണ്ടർ അച്ചീവർ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ഹു ഫെയിൽ ടു അറ്റൈൻ എ പ്രെഡിക്റ്റഡ് ലെവൽ ഓഫ് അച്ചീവ്മെന്റ്. അതാണ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വെർച്യു ഈസ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ സ്റ്റേജ് ഓഫ് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ആ ഒരു സ്റ്റേജിൽ ഏത് വെർച്യു ആണ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്? വിസ്ഡം, ഹോപ്പ്, ലവ്, ഇന്റഗ്രിറ്റി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ലവ് ആണ്. ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. തേർഡ് ക്വസ്റ്റ്യൻ, അച്ചീവിംഗ് പേഴ്സണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത്, സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ നീഡ് ബേസ്ഡ് ഓൺ മാസ്ലോസ് തിയറി. അച്ചീവിംഗ് പേഴ്സണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത് എന്താണ്? ഹയസ്റ്റ് ലെവലായി അല്ലെ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ എടുക്കുക, മാക്സിമം ഗ്രോത്തിലേക്ക് എത്തുക എന്നുള്ളത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നിക് ഓർ ടെക്നിക്സ് വിച്ച് ക്യാൻ ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി. ക്രിയേറ്റിവിറ്റി ഫോസ്റ്റർ ചെയ്യാനായിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്? 4 മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. റോൾ പ്ലേയിങ്, ബ്രെയിൻ സ്റ്റോമിംഗ്, സിനറ്റിക്സ്, മൈൻഡ് മാപ്പിംഗ്. ഏതൊക്കെ വരും? ഇതെല്ലാം തന്നെ എന്താണ്? കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഫോസ്റ്റർ ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ആർ കറക്റ്റ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ, സെലക്ട് ദ പെർസെന്റേജ് ഓഫ് ഡിസബിലിറ്റി റിക്വയർഡ് ഫോർ എ പേഴ്സൺ ടു ബി എലിജിബിൾ ഫോർ ദ ബെനിഫിറ്റ്സ് ഓഫ് അണ്ടർ PWD ആക്ട്. PWD ആക്ടിന്റെ ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ ഒരു കുട്ടിക്ക് എത്ര ഡിസബിലിറ്റി ആണ്, അല്ലെങ്കിൽ എത്ര പെർസെന്റേജ് ഡിസബിലിറ്റി ആണ് റിക്വയർ ആയിട്ട് വരുന്നത്? എത്രയാണ് വരുന്നത്? 30%, 40%, 50%, 60%. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 40% എന്ത് ചെയ്യേണ്ടത്? ഡിസേബിൾഡ് ആയിരിക്കേണ്ടത് ആ ഒരു ആക്ടിന്റെ ബെനിഫിറ്റ്സ് കിട്ടാനായിട്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ, Raju made a meaningful word by combining the first letters of 5 northeastern states for memorization of that states. Select the most suitable term for this technique. അതായത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിനെ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി എന്ത് ചെയ്തു? ആ സ്റ്റേറ്റ്സിന്റെ നെയിംസിന്റെ ഫസ്റ്റ് ലെറ്റർ കൂട്ടിച്ചേർത്ത് ഒരു വേർഡ് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് ഏതിനുള്ള അല്ലെങ്കിൽ ഏത് ടെക്നിക്കുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്? നിമോണിക്സ്, അക്രോണിംസ്, അക്രോസ്റ്റിക്സ്, റൈമിംഗ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. അക്രോണിംസ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ചെറിയൊരു വേർഡ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് അക്രോണിം ആണ്. സെവൻത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഹാം ഗ്രൂപ്പ് ഡൈനാമിക്സ്. തന്നിട്ടുള്ളതിലെ ഏത് ഫാക്ടർ ആണ് ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ഹാം ചെയ്യുന്നത്? ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, എക്സ്പെക്ടേഷൻസ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, കോമ്പറ്റീഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ്, സെൽഫ് എസ്റ്റീം ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇതിൽ ഏതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സിനെ ഹാം ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ് അല്ലെ? മെമ്പേഴ്സിനകത്ത് തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ ഗ്രൂപ്പ് ആക്ടിവിറ്റി അവർക്ക് നല്ല പോലെ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഹാം ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ,
Select the most appropriate statement or statements related with learning disability. Learning disabilityയുമായി ബന്ധപ്പെട്ട് വരുന്ന കറക്റ്റ് ആയിട്ടുള്ള മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഫണ്ടമെന്റലി എ physical impairment which is associated with certain psychological functions. Second statement, mainly an emotional disturbance which is associated with certain psychological functions. Third, basically a social issue which is associated with certain psychological functions. Fourth, mainly psychological as well as physiological issue which is mostly associated with language. ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? ഏത് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ്? 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കേട്ടോ കറക്റ്റ്. ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ് ആണ് നമ്മൾ സാധാരണഗതിയിൽ എന്തായിട്ട് പറയുന്നത്? ലേണിംഗ് ഡിസബിലിറ്റി. നമ്മുടെ റൈറ്റിംഗ്, റീഡിംഗ്, കാൽക്കുലേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9, സെലക്ട് ദ ഓഡ് വൺ ഔട്ട്. തന്നിട്ടുള്ളതിൽ ഏതാണ് ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത്? 60 PF ടെസ്റ്റ്, ടാറ്റ് ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, റോഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഇതില് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾ ആരാണ്? ഓപ്ഷൻ എ ആണ് അല്ലെ, 16 PF ടെസ്റ്റ്. ഇവിടെ 16 PF ടെസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണാലിറ്റി മെഷർ ചെയ്യാനായിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് എന്തല്ല, അതൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ല. ബാക്കിയുള്ളതൊക്കെ തന്നെയും പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. ഇനി 10th ക്വസ്റ്റ്യൻ, ദ ഐഡിയ ഓഫ് പോവർട്ടി ഓഫ് സ്റ്റിമുലസ് വാസ് പുട്ട് ഫോർവേഡഡ് ബൈ. ആരാണ് പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? സ്കിന്നർ, വൈഗോട്സ്കി, ടോൾമാൻ, ചോംസ്കി. അത് നമ്മുടെ നമ്മുടെ ചോംസ്കിയുടെ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ചോംസ്കിയുടെ കോൺസെപ്റ്റ് ആണ്, നോം ചോംസ്കി. 11th ക്വസ്റ്റ്യൻ, വാട്ട് ഇന്റൻസ് ടു മെഷർ ഇൻ എ ടെസ്റ്റ് ഈസ് നോൺ ആസ്. വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ, എന്താണോ നമ്മൾ മെഷർ ചെയ്യാനായിട്ട് ഇന്റന്റ് ചെയ്യുന്നത് അതിനെ പറയുന്ന ഫീച്ചർ. റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്ടിവിറ്റി, സബ്ജക്ടിവിറ്റി. എന്താണോ നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് കൃത്യമായ രീതിയിൽ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ടെസ്റ്റ് ഈസ് വാലിഡ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, വാലിഡിറ്റി. 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിംഗ് an ambiguous stimulus in personality assessment is known as. ഒരു ആംബിഗ്യൂഷ്യസ് സ്റ്റിമുലസിനെ പറ്റിയിട്ട് അസസ് ചെയ്യാനായിട്ടുള്ള പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പെർഫോമൻസ് ടെസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, പ്രൊജക്റ്റീവ് ടെസ്റ്റ്, വെയ്സ്. ഇവിടെ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ് അല്ലെ. ആംബിഗ്യൂഷ്യസ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ കുറിച്ച് പേഴ്സണാലിറ്റിയിൽ അസസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ്. 13th ക്വസ്റ്റ്യൻ, റീഡയറക്റ്റിംഗ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഇൻ ടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ഷൻസ് ആർ നോൺ ആസ്. ഇത് നമ്മുടെ K2 ചോദിച്ചിട്ടുണ്ടായിരുന്ന അതേ ചോദ്യം തന്നെയാണ്. സോഷ്യലി അല്ലെങ്കിൽ അൺഅക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ തിരിച്ചുവിടുന്നത്. ഇത് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലെ, സബ്ലിമേഷൻ. സബ്ലിമേഷൻ ആണ് അവിടെ നടക്കുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഓപ്പറന്റ് കണ്ടീഷനിങ്. തന്നിട്ടുള്ളതിൽ ഓപ്പറന്റ് കണ്ടീഷനിങ്ങുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് വരുന്നത്? എ ടെക്നിക് ഓഫ് SR കണക്ഷൻ. B, a process of learning through insights only. C, a type of learning where behavior is controlled by consequences. D, a method of learning through observation. ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. A type of learning where behavior is controlled by consequences. 15th question, the concept of divergent thinking is proposed by. Divergent thinking ആരുടെ കോൺസെപ്റ്റ് ആണ്? ഹവാർഡ് ഗാർണർ, ആൽഫ്രഡ് ബിനെറ്റ്, JP ഗിൽഫോർഡ്, EL തൊണ്ടേക്ക്. ആൻസർ വരുന്നത് ഏതാണ്? JP ഗിൽഫോർഡ് ആണ് ഡൈവേർജന്റ് തിങ്കിങ്ങും കൺവേർജന്റ് തിങ്കിങ്ങും കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കൂടെ അത് നോക്കിയിട്ടുണ്ടായിരുന്നു. 16ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇന്റർവെൻഷൻ സ്ട്രാറ്റജി ഫോർ അഡ്രസ്സിംഗ് അണ്ടർ അച്ചീവ്മെന്റ്. അണ്ടർ അച്ചീവ്മെന്റ് അഡ്രസ് ചെയ്യാനായിട്ടുള്ള മോസ്റ്റ് സ്യൂട്ടബിൾ ഇന്റർവെൻഷൻ ഇതിൽ ഏതാണ്? ഇൻക്രീസ്ഡ് ഹോംവർക്ക് ആൻഡ് അസൈൻമെന്റ്സ്, ഇഗ്നോറിംഗ് ദ ഇഷ്യൂ, ഓഫറിംഗ് അഡീഷണൽ റിസോഴ്സസ്, മെന്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ്. ഏതാണ് നല്ല മെത്തേഡ്? ഓപ്ഷൻ ഡി ആണ്, മെന്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ്. 17ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയുടെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത്? യൂട്ടിലൈസസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഫോക്കസ്ഡ് ഓൺ സ്പെസിഫിക് കോണ്ടന്റ്, ഡീറ്റെയിൽഡ് കോണ്ടെക്സ്റ്റുവൽ അനാലിസിസ്, ഹൈലി ഒബ്ജക്റ്റീവ് മെത്തേഡ്. ഒരിക്കലും കേസ് സ്റ്റഡി എന്താവില്ല? ഒബ്ജക്റ്റീവ് മെത്തേഡ് ആയിരിക്കില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. 18ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഡേ വിച്ച് ഈസ് സെലിബ്രേറ്റഡ് ആസ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഏത് ദിവസമാണ്? ഡിസംബർ 10 അല്ലെ, ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്.
19ാമത്തെ ക്വസ്റ്റ്യൻ, ഷിബു ഈസ് എ ഹയർ സെക്കൻഡറി സ്റ്റുഡന്റ്. ഹി ക്യാൻ സോൾവ് ന്യൂ പ്രോബ്ലംസ് ഈസിലി വിതൗട്ട് എനി പ്രയർ നോളജ്. അക്കോർഡിംഗ് ടു കാറ്റൽ ദിസ് കൈൻഡ് ഓഫ് ഇന്റലിജൻസ് ഈസ് നോൺ ആസ്. ഇവിടെ എന്താണ് വരുന്നത്? ഒരു കുട്ടിക്ക് പ്രയർ നോളജ് ഇല്ലെങ്കിലും പ്രോബ്ലംസ് നല്ലപോലെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാറ്റലിന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഏത് ഇന്റലിജൻസ് ആണ് ആ കുട്ടിക്കുള്ളത്? കാറ്റലിൻ എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണ് വരുന്നത് അല്ലെ? അപ്പൊ ഓൾറെഡി കുട്ടിക്ക് അറിയാം എന്നുണ്ടെങ്കിൽ, അതുമായിട്ട് പ്രയർ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ, ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഫ്ലൂയിഡ് ഇന്റലിജൻസ്. ഫ്ലൂയിഡ് ഇന്റലിജൻസ് ബൈ ബർത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ട് ലഭിക്കുന്ന ഇന്റലിജൻസിനെയാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, ഡിവൈസ് ഓർ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ഫങ്ഷണൽ കാപ്പബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റി ഈസ് കോമൺലി നോൺ ആസ്. ഇവിടെ എന്താണ്? ഏത് ഡിവൈസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാണ്? നമ്മുടെ ഫങ്ഷണൽ കാപ്പബിലിറ്റീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറയുന്ന പേര് എന്താണ്? ഏതാണ് വരുന്നത്? അസിസ്റ്റീവ് ടെക്നോളജി ആണ്. എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത് അസിസ്റ്റീവ് ടെക്നോളജി ആണ്. 20ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 21ാമത്തെ ചോദ്യം, സെലക്ട് ദ ബെസ്റ്റ് ടെക്നിക് ഫോർ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗ്. തന്നിട്ടുള്ളതിൽ ഏതാണ് കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിംഗിനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്? ഏതാണ് നല്ലത്? തന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ലത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓഡ് വൺ ഫ്രം ഗിവൺ ഓപ്ഷൻസ്. ലോ ഓഫ് യൂസ്, ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി, ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്, ലോ ഓഫ് പ്രോക്സിമിറ്റി. തന്നിട്ടുള്ളതിൽ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ലോ ഓഫ് പ്രോക്സിമിറ്റി. ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് ലോ ആണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ തൊണ്ടയിക്കിന്റെ തിയറിയിൽ വരുന്ന ലോസ് ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ കോക്ടെയിൽ പാർട്ടി എഫക്ട് ഈസ് റിലേറ്റഡ് വിത്ത്. കോക്ടെയിൽ പാർട്ടി എഫക്ട് എന്ന് പറയുന്നത് ഏതുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? അറ്റൻഷനുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. കോക്ടെയിൽ പാർട്ടി ഈസ് റിലേറ്റഡ് ടു അറ്റൻഷൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ, രാജു പെർസീവ്സ് ആൻ ഇൻകംപ്ലീറ്റ് ട്രയാങ്കിൾ ആസ് എ കംപ്ലീറ്റഡ് വൺ. സെലക്ട് ദ ലോ ഓഫ് പെർസെപ്ഷൻ റിലേറ്റഡ് വിത്ത് സ്റ്റേറ്റ്മെന്റ്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ട്രയാങ്കിൾ കണ്ടപ്പോൾ കുട്ടിക്ക് എന്തായിട്ട് തോന്നി? പെർസെപ്ഷൻ വന്നത് എങ്ങനെയാണ്? ട്രയാങ്കിൾ ആയിട്ട് അല്ലെ? അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് തോന്നുന്നു. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ ഡി, ലോ ഓഫ് ക്ലോഷർ. 24ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 25th ക്വസ്റ്റ്യൻ, ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് പണിഷ്മെന്റ് ഈസ്. ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എന്തായിട്ടാണ് വരിക? 25ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കോൺസിക്വൻസസ് ദാറ്റ് ഡിക്രീസ് ബിഹേവിയർ. പണിഷ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ കോൺസിക്വൻസ് എന്താണ്? പെയിൻഫുൾ ആണ്. സോ അതെന്ത് ചെയ്യും? നമ്മുടെ ബിഹേവിയറിനെ ഡിക്രീസ് ചെയ്യും. അതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ. 26ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ പ്രൈമറി പർപ്പസ് ഓഫ് കാതറിൻ ബ്രിഡ്ജസ്റ്റാർട്ട്. കാതറിൻ എം ബ്രിഡ്ജസിന്റെ ബ്രിഡ്ജസ്റ്റാർട്ടിന്റെ പ്രൈമറി പർപ്പസ് എന്താണ്? നമുക്കറിയാം കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടാണ് ബ്രിഡ്ജസ്റ്റാർട്ട് വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിൽ കാണുന്നില്ല. അപ്പൊ മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണ്, ടു മാപ്പ് പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ഒരാളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് എങ്ങനെ നടക്കുന്നു, ഗ്രോത്ത് എങ്ങനെ നടക്കുന്നു, എസ്പെഷ്യലി ഇമോഷണൽ ഡെവലപ്മെന്റ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. കരിക്കുലത്തിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള കരിക്കുലം വന്നിട്ടുണ്ട്. അതാരാണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്? അതിനെ തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇവിടെ നമുക്കറിയാം ആക്ടിവിറ്റി സെന്റേർഡ് കരിക്കുലം എന്ന് പറയുന്നത് ജോൺ ഡിവിയുടെ കോൺസെപ്റ്റ് ആണ്, പ്രാഗ്മാറ്റിസവുമായി റിലേറ്റ് ചെയ്ത് വരുന്നത്. സ്പൈറൽ കരിക്കുലം നമുക്കറിയാം ആരുടെയാണ്? ബ്രൂണറിന്റെ ആയിട്ടാണ് വരുന്നത്. നൾ കരിക്കുലം എന്ന് പറയുന്നത് എലൈറ്റ് എറിസൺ ആണ് വരുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് 27ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ എന്നുള്ളത് ബ്രൂണറിന്റെ കോൺസെപ്റ്റ് ആണ്. ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എന്ന് പറയുന്നത് സുഷ്മാന്റേതാണ്. AD മോഡൽ എന്ന് പറയുന്നത് അഡ്വാൻസ് ഓർഗനൈസർ മോഡല് ഡേവിഡ് ഓസുബൽ ആണ്. AD മോഡല് ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത് എന്താണ് ഈഗോ സെൻട്രിസം? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദ ഇനബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വൺസ് ഓൺ പെർസ്പെക്റ്റീവ് ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ടേം ഫോർ ദ എഡ്യൂക്കേഷണൽ സ്ട്രാറ്റജി ദാറ്റ് പ്രൊവൈഡ്സ് അഡ്വാൻസ്ഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. ഗിഫ്റ്റഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ് ആണ് അവർക്ക് കൊടുക്കുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യൻ,
സെലക്ട് ദ പാർട്ട് ഓഫ് ബ്രെയിൻ ദാറ്റ് ഈസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ പ്രോസസിംഗ് വിഷ്വൽ ഇൻഫർമേഷൻ. വിഷ്വൽ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓസിപിറ്റൽ ലോബാണ് ആൻസർ വരുന്നത്. 31ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, ലേണിംഗ് ഡിസബിലിറ്റി ക്യാൻ ബി ഐഡന്റിഫൈഡ്. എങ്ങനെയാണ് ലേണിംഗ് ഡിസബിലിറ്റി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ്? ബൈ യൂസിങ് സ്റ്റാൻഡേർഡൈസ്ഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്തുമ്പോഴാണ് ഒരു കുട്ടി ലേണിംഗ് ഡിസേബിൾഡ് ആണോ അല്ലയോ എന്നൊക്കെ അറിയുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൈമറി ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് ഈഗോ ഡിഫൻസ് മെക്കാനിസം. എന്താണ് ഡിഫൻസ് മെക്കാനിസത്തിന്റെ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത്? എന്താണ് ഡ്യൂട്ടി? ആ സെൽഫിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ടു പ്രൊട്ടക്ട് വൺസ് ഓൺ സെൽഫ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഓഡ് വൺ. വീണ്ടും എന്താണ്? ഓഡ് വൺ ആണ്. ഏതാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഏതാണ്? ഡിമെൻഷ്യ. ബാക്കിയുള്ളതൊക്കെ തന്നെയും ലേണിംഗ് ഡിസബിലിറ്റീസ് ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ, മീനു റീകോൾസ് ദ ബൈസിക്കിൾ ആക്സിഡന്റ് occurred 10 years back during the visit to Kodaikanal. This is an example of. ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ, രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇതിൽ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടി സാധ്യത കൂടുതലുള്ളത് എപ്പിസോഡിക് മെമ്മറിയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്ന് നടന്ന കാര്യങ്ങൾ ഒരു എപ്പിസോഡ് കണക്കെ ഓർക്കാൻ പറ്റുന്നുണ്ട്. കൊടൈക്കനാൽ വിസിറ്റ് ചെയ്തപ്പോ 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന ഒരു ആക്സിഡന്റ് കുട്ടിക്ക് ഓർമ്മ വരുന്നു എന്നുള്ളത് നമുക്ക് എപ്പിസോഡിക് മെമ്മറി എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. ഓക്കെ, സെമാറ്റിക് മെമ്മറി ആയിട്ടും പറയാം. പക്ഷെ നമുക്ക് ആ ഒരു ഇൻസിഡന്റ് ഓർക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വരുന്നത് 35 സി ആണ്. 36, സെലക്ട് ദ ആർട്ടിക്കിൾ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ സജസ്റ്റിംഗ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഓഫ് ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years. ഇവിടെ ഏതാണ്? ഏത് ആർട്ടിക്കിൾ ആണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 21A. 37ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ അപ്രോക്സിമേറ്റ് ഡ്യൂറേഷൻ ഓഫ് ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറിയുടെ അപ്രോക്സിമേറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡി ആണ്, 15 to 13 seconds. 38ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ, സോഷ്യൽ, ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ അച്ചീവ്മെന്റ്സ് ആൻഡ് എബിലിറ്റീസ് ദാറ്റ് നീഡ് ടു ബി അക്വയർഡ് അറ്റ് ഈച്ച് ഡെവലപ്മെന്റൽ സ്റ്റേജ്. അതായത് ഇവിടെ ഏതാണ് വരുന്നത്? ഡെവലപ്മെന്റൽ ടാസ്ക് ആണ്. ഒരു കുട്ടി എന്തൊക്കെ കാര്യങ്ങൾ ഓരോ സ്റ്റേജിലും ചെയ്യണം. 39ാമത്തെ ക്വസ്റ്റ്യൻ, പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ ഇന്റർഫിയേഴ്സ് വിത്ത് ദ റീകോൾ ഓഫ് ന്യൂ ഇൻഫർമേഷൻ. എന്താണ്? പുതിയ ഇൻഫർമേഷൻ റീകോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതേത് ഇന്റർഫിയറൻസ് ആയിട്ടാണ് വരുന്നത്? പ്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ്. 39 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. 40ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദ കീ ഫാക്ടർ ഫോർ ഡെവലപ്പിംഗ് ആൻ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഫോർ ഫിസിക്കലി ചാലഞ്ചഡ് സ്റ്റുഡൻസ്. ഫിസിക്കലി ചാലഞ്ചഡ് സ്റ്റുഡൻസിന് വേണ്ടി വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ അവരുടെ ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഇൻപുട്ട് ഫ്രം ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 40 ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഇത്തവണ സൈക്കോളജിയിൽ നിന്നുണ്ടായിരുന്നത്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു, എന്നിരുന്നാലും പഠിച്ച കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊന്ന് കമന്റ് ആയിട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ ഉത്തരവും നമ്മൾ പറഞ്ഞു തന്നെയാണ് ശരി എന്ന് നിർബന്ധം ഇല്ല. ഉത്തരത്തിൽ എന്തുണ്ടായിരിക്കാം? ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോ പുതിയ ചില കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.